പ്രൈസ് ദ ലോർഡ്. ഹായ്, യേശുവല്ല അഡോണായ് മിനിസ്ട്രിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സഹായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് റിജോയ്സ് ആൾവേസ്. എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക. അതൊരു ഗിഫ്റ്റാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിൻ്റെ വേദഭാഗ റെഫറൻസിലോട്ട് നമുക്ക് പോവാം. ഫിലിപ്പിയൻസ് 4:4-6-7 ഈ 3 വാക്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്സിന് അനുസൃതമായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. Philippians 4:4 first. Rejoice in the Lord always. Again I will say rejoice. Then 6th, be anxious for nothing, but in everything by prayer and supplication with thanksgiving let your requests be made known to God. എന്താ ഇതിൽ പറയുന്നത്? എപ്പോഴും സന്തോഷിക്കുക. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, നിങ്ങൾ സന്തോഷിക്കുക. സോ റിജോയ്സ് ചെയ്യുന്നതിലുള്ള ആ ഒരു ഹാപ്പി മൂഡിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ് ബൈബിളിൽ പറയുന്നത്. നമ്മളെപ്പോഴും സന്തോഷിക്കുക, ക്രിസ്തുവിൽ നമ്മളെപ്പോഴും സന്തോഷിക്കുക. ഓക്കെ, അതിൽ 6th പറയുന്നത് ബി ആൻഷ്യസ് ഫോർ നത്തിങ്. ഒന്നിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. നമ്മൾ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ, ഓരോ നിമിഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആൻഷ്യസ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ട് നമ്മുടെ മൈൻഡ് ഫുള്ളും അതൊന്ന് ഫില്ലായിട്ടിരിക്കുക. എപ്പോഴും ആൻഷ്യസ് തോട്ട്സാണ്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ആൻഷ്യസ് തോട്ട്. എന്താണ് ആൻഷ്യസ് തോട്ട് എന്ന് പറയുന്നത്? എന്തായി തീരെ ഇതെനിക്ക് സോൾവ് ആവോ, അടുത്ത് ഞാൻ എന്ത്, ഈ പ്രശ്നത്തിൻ്റെ ഒരു റിസൾട്ട് എന്ത്, അങ്ങനെയല്ലേ നമുക്ക് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ പ്രശ്നത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവത്തില്ല എന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് ആൻഷ്യസ് ആയിട്ട് മാറുന്നത്. നമ്മൾ ടെൻസ്ഡ് ആവും. ആൻഷ്യസ് ആകുമ്പോൾ നമ്മുടെ ഫുൾ കൺട്രോൾ പോവും. ആ സമയത്ത് നമ്മൾ ദേഷ്യപ്പെടും, സന്തോഷം പോവും. അതല്ലേ പറയുന്ന വചനം, റിജോയ്സ് ചെയ്യുക, സന്തോഷിക്കുക. നമ്മൾ ആൻഷ്യസ് ആകുമ്പം നമുക്ക് റിജോയ്സ് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. അത് മനുഷ്യൻ്റെ ഒരു കണ്ടീഷനാണ്. അതിനെ സന്തോഷിക്കാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ റിസൾട്ട്? ആൻഷ്യസ് ആകുമ്പോൾ, നമ്മളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും നമ്മൾ ആൻഷ്യസ് ആവുന്നതിൻ്റെ ഒരു റിസൾട്ട് എന്ന് നമുക്ക് ഫിലിപ്പീൻസ് 4:7 വാക്യത്തിലോട്ട് ഒന്ന് നോക്കാം. എന്താണ് വാക്യം നമ്മളോട് അരുളി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. The peace of God, which surpasses all understanding, will guard your hearts and minds through Christ Jesus. എന്താണ് അവിടെ പറയുന്ന? പീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമാധാനം. അത് നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തെയും നിലവുകളെയും, നിങ്ങളുടെ ഹൃദയത്തെയും മൈൻഡിനെയും ഗാർഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് ഗാർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവം ഗാർഡ് ചെയ്യുക എന്ന് പറയുന്നത് ഹീസ് എ വേ മേക്കർ. നമ്മുടെ ഓരോ പാതയിലോട്ട് നമ്മൾ ഗാർഡ് ചെയ്ത് നടത്തുന്ന ഒരു ഗാർഡിയനാണ് ആര്? ജീസസ് ക്രൈസ്റ്റ്. സോ അങ്ങനെ ഗാർഡ് ചെയ്യും. നമുക്ക് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മൈൻഡിനെ ഗാർഡ് ചെയ്യും. അവിടെ പറയുന്നത് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമാധാനം. അപ്പോൾ നമ്മൾ പറയുന്ന ഓൾറെഡി 5th നമ്മൾ പറയുന്നത്, 5th 6th പറയുന്നത് ലെറ്റ് യുവർ ജെൻറ്റിൽനെസ് ബി നോൺ ടു ഓൾ മെൻ, ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. എന്ന് വെച്ചാൽ ജെൻറ്റിൽനെസ്. ആ 5th ജെൻറ്റിൽനെസ്സും 7th പീസും കൂടെ നമുക്കൊന്ന് മിങ്കിൾ ചെയ്യാം. ഓക്കെ, ജെൻറ്റിൽനെസ്സിന് എന്താണ് ആവശ്യം? ജെൻറ്റിൽനെസ് ആയിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് കാം ആൻഡ് ക്വയറ്റായിട്ട് ദേഷ്യപ്പെടാതെ നമ്മളങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മുടെ ക്യാരക്ടർ, നമ്മളെ റെസ്പോൺസ് അങ്ങനെ ആയിരിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? 7th പറഞ്ഞിരിക്കുന്നത് പോലെ സമാധാനം വേണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ ആൻഷ്യസ് ആകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന 2 ജെൻറ്റിൽനെസ്സും സമാധാനവും. ഓക്കെ, സമാധാനത്തിന് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ജെൻറ്റിൽനെസ്. നമുക്ക് പീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആൻഷ്യസ് ആയിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് നമുക്ക് ഇടപെടാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യം ഒരു തീരുമാനമാക്കും, അല്ലേ? നമ്മൾ ദേഷ്യപ്പെടും, നമ്മൾ വയലൻറ്റിലോട്ട് പോവും.
കാരണം എന്താ, നമ്മൾക്ക് ഫുള്ളും നമ്മളെ ഉള്ളിൽ എന്താ നെഗറ്റീവ് തോട്ട്സാണ് നിറഞ്ഞിരിക്കുന്നത്. ആൻഷ്യസ് ആയിട്ടിരിക്കുക. ഈ കാര്യം എനിക്ക് എന്തായി തീരും, ഇതിൽ ഞാൻ ജയിച്ച് മുന്നോട്ട് പോവുമോ, എനിക്കൊരു വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ പറ്റുമോ, എനിക്കൊരു ജോബ് കിട്ടുമോ, ഇങ്ങനെ പോയാൽ എൻ്റെ ഭാവി എന്തായി തീരും, അങ്ങനെയൊക്കെ സോ മെനി തിങ്സ്. ഓരോ ഏജിന് അടിസ്ഥാനിച്ചായിട്ടുള്ള പല പല ആൻഷ്യസ് വരും. ഈ സമയത്ത് ജെൻറ്റിൽനെസ്സും പോയി, പീസും പോയി, എല്ലാം പോയി. അടുത്ത് നിൽക്കുന്നവർക്കും രണ്ട് കൊടുത്ത് നമ്മൾ നല്ലൊരു സെറ്റപ്പായിട്ട് നിൽക്കും. ഓക്കെ. ഈ സമയത്ത് നമ്മൾ ഈ ആൻഷ്യസ് ആവുന്ന സമയത്ത് ആൻഷ്യസ് ആവുന്നതിന് പകരം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. ഫിലിപ്പീൻസ് 4:6 എന്താ പറയുന്നത്? ബി ആൻഷ്യസ് ഫോർ നത്തിങ്. ആദ്യമേ വചനം പറയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നീ ആൻഷ്യസ് ആവാൻ പാടില്ല. ബട്ട് എന്നാൽ എന്താണ് അതിന് പകരം, ആൻഷ്യസ് ആവുന്നതിന് പകരം ചെയ്യേണ്ടത്? ഇൻ എവറിത്തിങ് ബൈ പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിങ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. അതായത് സ്വന്തമായിട്ട് ആൻഷ്യസ് ആവാതെ ദൈവത്തെ അറിയിക്കാനാണ്. നോൺ ടു ഗോഡ്, ദൈവത്തിനെ അറിയിക്കുക. കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതെന്താ? അത് പ്രാർത്ഥനയോടെ ദൈവത്തോട് അറിയിക്കുക. സപ്ലിക്കേഷൻ എന്താ? ഇത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ വന്നത് നീതി നമുക്കായിരിക്കും, പക്ഷേ ദൈവമേ, അനീതിയായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഞാൻ നേരിടുന്നത്. അതിന് എന്താ, ദൈവത്തോട് നമ്മുടെ പോസിറ്റിവിറ്റി പറയുക. എൻ്റെ സാഹചര്യം ഇതാണ് കർത്താവേ, ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതാണ്, എനിക്കിതിൻ്റെ ഒരു റിസൾട്ട് ഇതാണ് ആവശ്യം കർത്താവേ. നമ്മൾ ഒരു നിയമസഭയിൽ എങ്ങനെയാണ് ഈ ഇന്ത്യയിലെ നിയമസഭയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യുന്നത്? ഓരോരുത്തർ അവരുടെ റിക്വസ്റ്റ് പെറ്റീഷനായിട്ട് ഡോക്യുമെൻറ്റ്സ് ആയിട്ടും പലതുമായിട്ട് ചെയ്ത് നാവ് കൊണ്ട് പറയും. അത് അറിയിക്കും. ആരെ അറിയിക്കും? മെയിനായിട്ടിരിക്കുന്ന ഹെഡിനെ നമ്മൾ എന്താ ചെയ്യും? അറിയിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ എന്താണ് അവിടെ നിന്ന് കൂടി ആലോചിച്ച് ഉണ്ടാവുന്നത്. അതുപോലെ കിങ്ഡം ഓഫ് ഗോഡിൽ നമ്മുടെ ഹെഡായിട്ട് നിൽക്കുന്നത് ആരാണ്? ദൈവം. ഗോഡ് അവർ ഗോഡാണ് എന്തായിട്ട് നിൽക്കുന്നത്? ഹെഡായിട്ട് നിൽക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാണ് നാം കേൾക്കുന്ന ഓരോരുത്തരും. ആ ഓരോരുത്തരെയും കാക്കാനും നോക്കിക്കൊണ്ടും ജഡ്ജായിട്ട് ആരിയ്ക്കുകയാണ്? ക്രിസ്തു യേശു ഇരിക്കുകയാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. സോ ആ സബ്മിറ്റ് ചെയ്യണം. ആ കമ്മിറ്റിയിൽ നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? നമ്മുടെ റിക്വസ്റ്റ് പ്രാർത്ഥനയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഒന്നും കൂടെ പറയുന്നു ബൈബിൾ, താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രയർ, സപ്ലിക്കേഷൻ, താങ്ക്സ് ഗിവിങ് എന്താണ്? താങ്ക്സ് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? താങ്ക്സ്. അവിടെ താങ്ക്സ് ഗിവിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രസ്റ്റാണ്, ദൈവത്തിലുള്ള ട്രസ്റ്റിനെയാണ് ഊന്നി കാണിക്കുന്നത്. ആ ഓൾറെഡി പ്രെയർ പറയുവാണ്, ആ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് അറിയിക്കുകയാണ്. ആ സഭയിലോട്ട്, കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഹെഡായിട്ട് ഗോഡ് ഇരിക്കുന്ന സഭയിൽ ചെന്ന് നമ്മൾ ഗോഡിനോട് പ്രാർത്ഥനയാൽ നമ്മുടെ ആവശ്യങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണ്. കൂടെ നമ്മൾ താങ്ക്സ് ഗിവും കൂടെ ദൈവത്തോട് പറയാം. എന്താ? ഞാൻ ഈ സബ്മിറ്റ് ചെയ്ത വിഷയത്തിൻ്റെ മേൽ അങ്ങ് ഒരു നടപടി എടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. താങ്ക് യു ലോർഡ്. സോ നമുക്ക് നീതി ആരില്ലെന്നാണ് വരേണ്ടത്? ദൈവത്തിൽ നിന്നാണ് നീതി വരേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ദൈവം പറഞ്ഞു തന്നിരിക്കത്തില്ല. ദൈവത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും നമുക്കൊരു റിസൾട്ട് തരുന്നത്. സോ നമ്മൾ അതിനു മുമ്പേ നമ്മൾ പറയാണ്, ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഉണ്ടായതിനായി സ്തോത്രം. താങ്ക്സ് ഗിവിങ്. അവിടെ നമ്മൾ ഓൾറെഡി ദൈവത്തെ വിശ്വസിച്ച് കൊണ്ടാണ് ആ പെറ്റീഷൻ എന്ത് ചെയ്യുന്നത്? സബ്മിറ്റ് ചെയ്യുന്നത്. സോ ആ ട്രസ്റ്റിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം ഒരു റിസൾട്ട് ഓൾറെഡി സബ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ട്. ഈ കണ്ടീഷനിലായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഓരോ സാഹചര്യം വരുമ്പം ആൻഷ്യസ് ആവാതെ ദൈവത്തിൻ്റെ മുമ്പിലോട്ട് നമ്മൾ പോവേണ്ടത്. ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മൾ എന്തായാലും ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കുമ്പോൾ ഒരു റെസ്പോണ്ട് ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ദൈവം എന്താണ് റെസ്പോണ്ടായിട്ട് ഇതിന് തരുന്നത്? നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ 7 പറയുന്നു, ഫിലിപ്പീൻസ് 4:7 പറയുന്നു, ദ പീസ് ഓഫ് ഗോഡ് which surpasses all understanding will guard your hearts and mind through Jesus Christ. അപ്പം ദൈവം എന്താണ് തരുന്നത്? നമ്മളിങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് പീസ് തരും, സമാധാനം. നമ്മുടെ ഹാർട്ടും മൈൻഡും എല്ലാം ആൻഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ മൈൻഡിലാണ് ഈ ആൻഷ്യസ് തോട്ട്സൊക്കെ വന്ന് നമ്മുടെ ഹാർട്ടെല്ലാം ഡിസ്റ്റർബ്ഡ് ആയിട്ട് നമുക്ക് സമാധാനമില്ല, നമ്മൾ അടുത്ത് നിൽക്കുന്നവർക്കും സമാധാനം കൊടുക്കത്തില്ല. ഫുൾ
ഡ്രോപ്പ്. ഞാൻ ഇതാ ഒരു സാധനം എടുക്കാൻ പോയി ഞാൻ പോയത് എന്തിനെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനത്തെ അവസ്ഥ അനുഭവിച്ചിട്ടുള്ളവരില്ലയോ? കേൾക്കുന്നവരിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു ഡോക്യുമെൻ്റ് എടുക്കണമെന്ന് വിചാരിച്ചു, അയ്യോ അതെടുത്തില്ല, എല്ലാം പോയി. ഒരു എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് എടുക്കേണ്ട ഒരു കാര്യങ്ങൾ, പേന, പെൻസിൽ, സംതിങ് അങ്ങനത്തെ ഒന്നും ഞാൻ എടുത്തില്ല. സോ ആൻഷ്യസ് ആണ്, എക്സാമിനെ കുറിച്ച് ആൻഷ്യസ് ആണ്. ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാം ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിൽ അകത്ത് കയറുമ്പോൾ എന്തൊക്കെയോ ഒരു വെപ്രാളം. അവിടെയൊക്കെ നമ്മൾ ആരാ? നമ്മുടെ കിങ്ഡം ഓഫ് ഗോഡിലെ ദൈവത്തിനേക്കാളും നമ്മളിൽ ആശ്രയിക്കുകയാണ്. ഞാൻ ഇതിനെ ഓവർകം ചെയ്യണമെന്നുള്ളൊരു ആൻഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉയരുകയാണ്. നമ്മൾ അറിയാതെ തന്നെ അവിടെ ഉയരുകയാണ്. അപ്പം നമ്മളിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ആൻഷ്യസ് ആവും. ദൈവത്തിലോട്ട് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ നിറയും. കാരണം ഞാനെന്ന വ്യക്തി നിൽക്കുമ്പോൾ അവിടെ ആൻഷ്യസ് ആണ്, അൺപീസ് അവസ്ഥയാണ്. നമ്മൾ ജെൻറ്റിനേഴ്സ് ആയിരിക്കത്തില്ല. നമ്മളെ ക്യാരക്ടറെല്ലാം മറ്റുള്ളവർക്ക് വേസ്റ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അവർ നന്നായിട്ട് അനുഭവിക്കും നമ്മളെ കൊണ്ട്. ഓക്കെ, അപ്പം ദൈവത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പീസ് ഉണ്ടാവും. ദൈവം പീസ് തരും. ദൈവം ആ സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ് തരുന്നത്. നീ സബ്മിറ്റ് ചെയ്ത ഈ വിഷയത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരും, നമ്മുടെ മൈൻഡിൽ തരും. എന്താണ് ശരി, എന്താണ് തെറ്റ്, നമ്മുടെ നോളേജിനെ കവിയുന്ന ഓൾ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ദൈവം പറയുന്നത്. ഓൾ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ദൈവത്തിൻ്റെ അടുത്ത് ആ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തത് പ്രാർത്ഥനയിൽ. പക്ഷേ നമ്മുടെ ഈ ഓൾ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കവിയുന്ന അതിൻ്റെ ജ്ഞാനം നമുക്ക് തരും ദൈവം. എന്താണ് ആ കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം, അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത, നമ്മൾ ആഗ്രഹപ്രകാരം നമ്മൾ സബ്മിറ്റ് ചെയ്തതാണോ എനിക്ക് റിസൾട്ടായി കിട്ടേണ്ടത്, അതോ ഞാൻ ഇനിയും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, അതോ ഞാനിനി വേറെ സ്റ്റെപ്പ് എടുക്കണോ എന്ന് ദൈവം സമാധാനം ആദ്യം നമ്മുടെ ഹൃദയത്തിലും മൈൻഡിലും നൽകിയിട്ട് നമ്മളോട് സമാധാനമായിട്ട് ദൈവം സംസാരിച്ച് നമ്മളെ ഗൈഡ് ചെയ്യും. സോ ആ ഗൈഡനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രാർത്ഥനയുടെ റിസൾട്ട് വെളിപ്പെടുന്നത്. ഓക്കെ, ഇത് ഞാൻ എല്ലാവരും ഇത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഗുഡൻസ് എന്ന് പറയുന്നത്. ഗുഡൻസ്. ഓക്കെ, ഗുഡൻസ്. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ സാഹചര്യത്തിനെയും നേരിടേണ്ടത്. കൊടുക്കേണ്ട ദൈവത്തിൽ കൊടുത്തിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം എന്താണോ ലീഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. ഇതിനെന്തിനാണ് ഇത്രയും വലിയ ചിന്താകുലം? നമ്മൾ എന്തിനാണ് ഇത്രയും ചിന്തിച്ച് കൂട്ടുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ട്? വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മിടം കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. പിന്നെ നമ്മളെ കൊണ്ട് എന്തിനു കഴിയും? ഓക്കെ, ആൻഷ്യസ് ആയിട്ട് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ ജീവിതം ഒരു സന്തോഷമില്ലാതെ നമ്മൾ മുന്നോട്ട് നീക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ദൈവം വചനം പറയുന്നത് നമ്മളെ ജീവിതത്തിൽ അനുസരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പെറ്റീഷനൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ദൈവമേ അങ്ങ് എന്നെ എന്താണോ ഗൈഡ് ചെയ്യുന്നത്, അങ്ങ് എന്താണോ എന്നെ ലീഡ് ചെയ്യുന്നത്, എന്ത് റിസൾട്ട് തരാനാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും കർത്താവേ, ചെയ്യണം, അങ്ങനെ ചെയ്യും കർത്താവേ. അങ്ങനെ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവണം. ആ ഒരു അക്സെപ്റ്റൻസിലോട്ട് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ്, നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും എല്ലാം പോസിറ്റീവ് ചിന്തകളായിരിക്കും. പോസിറ്റീവ് ചിന്ത വരുമ്പം എന്താ, മനോവസനം കൊണ്ട് മനസ്സിടിയുന്നതാണ്. എന്ന് വെച്ചാൽ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ കാരണം നമ്മുടെ മനസ്സ് ഇടിഞ്ഞു പോകുമെന്നാണ് വചനം പറയുന്നത്. മനസ്സ് ഇടിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ദുഃഖത്തിൻ്റെ ആ ഒരു പാത്തിൽ അങ്ങ് സഞ്ചരിച്ച് അത് ഓവറായി വരുമ്പോൾ ഒരു ഡിപ്രഷനിലോട്ട് പോയി നല്ല ദൈവം തന്നിരിക്കുന്ന ഒരു നല്ല ജീവിതം നമ്മൾ സ്പോയിലായി തീർക്കുക. അതാണ് ദൈവം പറയുന്നത്. സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. അത് ഞാൻ വീണ്ടും ഊന്നി പറയുന്നു. ഞാൻ സന്തോഷിക്കുക. എന്തിനാണ്? നിങ്ങൾക്കായി ഞാനുണ്ട്, അതുകൊണ്ട് സന്തോഷിക്കുക. ഓക്കെ, എന്നെ ഈ മെസ്സേജ് കേൾക്കുന്നത് ക്രിസ്ത്യൻസ് ആയിരിക്കാം, ദൈവത്തെ രുചിച്ചറിഞ്ഞ് അറിയാത്തവരായിരിക്കാം. പക്ഷെ ദൈവം എല്ലാവർക്കും ഓപ്പൺ ഡോറായിട്ട് കിടക്കുക. സോ ആർക്ക് വേണോ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവാം, ജീസസ് ക്രൈസ്റ്റിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു അപ്പനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നിൽ ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ കൂടെ നിന്ന് എന്നെ ഗൈഡ് ചെയ്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടെന്നെല്ലാം തിരുത്തി എന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോഴും എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കർത്താവാണ്. ഞാൻ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിച്ചപ്പോഴല്ല ദൈവം എന്നെ തേടി വന്നത്. ഞാൻ ദൈവത്തെ നിന്ന് അകന്നു നിന്നപ്പോഴാണ് ദൈവം എന്നെ തേടി വന്ന് എന്നെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പം വചനം നമ്മൾ എന്ത് പറയുന്നു അത് അപ്പോഴും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. ഓക്കെ, വചനത്തിൻ്റെ പ്രാധാന്യമാണ് ഞാനിത് ഒന്നും കൂടെ ഊന്നി പറയുന്നത്. വചനം എന്ത് പറയുന്നു, വചനത്തെ നമ്മൾ
ധ്യാനിക്കുക. വചനമാണ് സത്യം. നമ്മളെ ചിന്തയിൽ വരുന്നതൊന്നും അല്ല സത്യം. ഈ ലോകം പറയുന്നതൊന്നും അല്ല സത്യം. ദൈവം നമ്മളോട് എന്താണ് വചനത്തിൽ കൂടെ അരുളി ചെയ്യുന്നത് അത് മാത്രമാണ് സത്യം. വചനത്തിൻ്റെ ആഴങ്ങളിലോട്ട് പോകുമ്പോൾ ഹോളി സ്പിരിറ്റ് എന്ന വ്യക്തിത്വത്തെ നിങ്ങൾക്ക് രുചിച്ചറിയാൻ കഴിയും. ദൈവത്തെ അറിയാത്തവരാണെങ്കിൽ വചനത്തിൻ്റെ ആഴങ്ങളിലോട്ട് പോവുക, വചനം വായിക്കുക. നമ്മൾ ഇതുവരെ വചനം വായിക്കാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ വചനം വായിച്ച് തുടങ്ങുക. ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലായാലും ആൻഡ്രോയിഡ് iOS-ലൊക്കെ നമുക്ക് വചനം ബൈബിള് കിട്ടും. നിങ്ങളുടെ ലാംഗ്വേജിൽ അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. KJV, NKJV, NIV അങ്ങനെയൊക്കെ പറയുന്ന ബ്രാൻഡ് പോലുള്ള ഒരു ഇത് എടുക്കുക. അല്ലാതെ മിക്സ്ഡ് ആയിട്ടോ ന്യൂ ജനറേഷൻ അങ്ങനെയാണ് വരുന്നതൊന്നും ഫോളോ ഓഫ് ചെയ്യരുത്. ആക്ച്വൽ വചനത്തെ അത് നമ്മൾ അബ്സോർബ് ചെയ്യുക, അത് വായിക്കുക. വായിച്ച് വരുമ്പോൾ ചിലപ്പോൾ ആദ്യം നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷേ അത് വായിച്ച് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇൻക്രീസ് അറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നമ്മളെ ഗാർഡ് ചെയ്യും. ഇന്നതാണ് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് വചനം. സോ ഒരു വ്യക്തി ഇന്ന് നമ്മളതിനൊരു ഫോർ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞു കൊടുത്ത് ഒരു ബുക്ക് എഴുതുകയാണ്. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് അറിയാവുന്നതുപോലെ വേറൊരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയത്തില്ല. സോ ഞാൻ പറയുന്നത് എനിക്ക് ഹോളി സ്പിരിറ്റ് പറഞ്ഞു തന്ന് എനിക്ക് മൈൻഡിൽ തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതിനെന്ത് ചെയ്യണം? നമ്മൾ വചനം ധ്യാനിക്കണം. വചനം ധ്യാനിച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടും, സംസാരിക്കും. ഒരു ചെറിയ പോയിൻ്റാണോ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയിട്ട് എന്തൊക്കെ മേഖലകളുണ്ട് അതിലോട്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുക. ദൈവത്തിൻ്റെ വചനം ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളിലോട്ടായിരിക്കും അത് ചെന്ന് ഒരു ആഴത്തിൽ പതിയുന്നത്. ഓക്കെ, ഹല്ലേലൂയ. ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും ബ്ലെസ്സിങ് ആയിരിക്കണം. നമ്മുടെ ഒരു റൂൾ അനുസരിച്ച് പോകുന്ന ഒരു രാജ്യത്തായിരിക്കും നല്ല ഒരു കോർഡിനേഷനും നല്ലൊരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ കിങ്ഡം ഓഫ് ഗോഡിലുള്ള റൂൾസും റെഗുലേഷൻസൊക്കെയാണ് ദൈവം എന്താണെന്നും ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നും ദൈവം ആരാണെന്നും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ജീവിക്കേണ്ടതാണ് ക്രിസ്തുവിൽ നിന്നുള്ള ഒരു ഗൈഡൻസ് അത് നമുക്ക് ലഭിക്കുന്നത് വചനത്തിൽ കൂടെ മാത്രമാണ്. സോ വചനം വായിച്ച് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് ക്രിസ്തു തരും. ദൈവത്താൽ അത് സാധ്യമാണ്. സമാധാനമുള്ളൊരു ജീവിതം ദൈവം തരും. ഇന്ന് ഈ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ്. എല്ലാ ഹൃദയങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമാധാനവും സന്തോഷവും. അത് ആരിൽ കൂടെയാണ് കിട്ടുന്നത്? ദൈവത്തിൽ കൂടെയാണ് കിട്ടുന്നത്. സന്തോഷം ആരിൽ കൂടെയാണ് കിട്ടുന്നത്? സമാധാനം ആരിൽ കൂടെയാണ് കിട്ടുന്നത്? ക്രിസ്തുവിൽ കൂടെയാണ്. സന്തോഷം നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ദൈവത്തിന് വാക്കുകൾ അനുസരിച്ച്. സമാധാനം ആര് തരേണ്ടതാണ്? ക്രിസ്തുവാണ് തരേണ്ടത്. സകലതും ദൈവത്തിൻ്റെ കാൽക്കീഴിൽ ദൈവം നമുക്ക് സബ്മിറ്റ് ചെയ്യാം നമ്മുടെ ജീവിതത്തെ. കർത്താവേ, അങ്ങയുടെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ക്ലോസ് യുവർ ഐസ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഷോ അത് കിങ്ഡം ഓഫ് ഗോഡിലെ രാജാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഷോ വി ഷുഡ് റെസ്പെക്ട് ഹിം. ഹല്ലേലൂയ. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ആമേൻ. ഐ ക്യാൻ പറഞ്ഞാലും ക്ലോസ് ചെയ്യാത്തവരുണ്ട്. എനിക്കിവിടെ നിന്ന് സെൻസ് ചെയ്യാം. കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല എങ്കിലും കാണുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ട്. സോ ക്ലോസ് യുവർ ഐസ് ആൻഡ് പ്രേ വിത്ത് മീ. എൻ്റെ ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്, അതെനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോർഡ് ജീസസ് അപ്പായേ, കാണുന്ന എല്ലാവരുടെ മേലും ദൈവിക സമാധാനം സന്തോഷം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമാധാനത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും പപ്പ നീക്കി ദൈവമേ അങ്ങയിൽ നിന്നുള്ള ഒരു ഗൈഡൻസ് അവർക്ക് കൊടുത്ത് പപ്പ ലോർഡ് ജീസസ് അപ്പായേ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുപ്പ അങ്ങ് കൊടുത്ത ജീവിതം സന്തോഷിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ ഏവരെയും യേശുപ്പച്ച ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അറിയാത്ത രുചിച്ചറിയുവാൻ, വചനത്തെ രുചിച്ചറിയുവാൻ അങ്ങ് യേശുപ്പച്ച മാർഗ്ഗങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ യേശുപ്പച്ച കേൾക്കുന്ന എല്ലാവരുടെ ചെവികളെയും യേശുപ്പ കണ്ണിനെയും എല്ലാം യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാണേണ്ടത് കാണുവാനും കേൾക്കേണ്ടത് കേൾക്കുവാനും പിതാവിൽ നിന്നുള്ളത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഹൃദയം യേശുപ്പ ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും നിലവുകളെയും വിചാരങ്ങളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ ഗാർഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ കൂടെ ഉണ്ടായിരിക്കും
ഭരിക്കണം, സഹായിക്കണം, സന്തോഷവും സമാധാനത്തോടെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം സകല ജാതികളുടെ മേലും വിളിക്കപ്പെട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ലോർഡ് ജീസസ്. ഹല്ലേലൂയ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. യേശുപ്പറ്റ സമീപസ്ഥനാണെന്ന് കർത്താവ് പറയുക. ഈ കാണുന്ന വ്യക്തികളിൽ സമീപസ്ഥനാണ്, ക്രിസ്തു സമീപസ്ഥനാണ്. നിങ്ങളുടെ സമീപസ്ഥനായി ക്രിസ്തു ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവനാമം യേശുപ്പച്ച മഹത്വം എടുക്കണം. സകല ബഹുമാന മഹത്വം പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, വൺസ് മോർ ഫിലിപ്പീൻസ് 4:5-6-7 എല്ലാവരും റിഫർ ചെയ്യുക, വായിക്കുക. ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.